ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇതൊരു വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 4 ഉരുളക്കിഴങ്ങ വേണ്ട. മീഡിയം സൈസിലുള്ള 4 എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. വേവിക്കുമ്പോൾ നല്ലോണം വേവണം. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. മുഴുവൻ ചേർക്കുന്നുണ്ടോ, ചെറിയ നാരങ്ങയാണ്, അതുകൊണ്ട് മുഴുവൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും ആ നാരങ്ങേൻ്റെ ഫ്ലേവറും ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒക്കെ മിക്സ് ആവണം. നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നുള്ളെങ്കിലും ടേസ്റ്റ് നല്ല രസമാണ്. കുട്ടീസിന് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ 1/4 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം ടൈറ്റായിട്ട് കുഴക്കുക, എത്രത്തോളം പൊടി വേണോ അത്രയും ചേർത്ത് കൊടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്. ചപ്പാത്തി മാവ് പോലെ ഇത്തിരി ഒന്ന് ടൈറ്റായിട്ട് തന്നെ വേണം. എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 1/4 കപ്പും 1 സ്പൂണുമാണ് അരിപ്പൊടി വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ. അപ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. നിങ്ങൾ ആ ഒരു കുഴയ്ക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ എണ്ണയിലിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് തിന്നുമല്ല, ഒരുപാട് കട്ടിയായിട്ടുമല്ല ഉള്ളത്. പിന്നെ നമ്മളൊരു ഭംഗിക്കും കുറച്ച് ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ളില്ല, കറുത്ത എള്ള കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് അതങ്ങ് ഒട്ടിപ്പിടിച്ചോളൂ. ഇനി നമ്മൾ ആവശ്യമുള്ള ഷേപ്പിൽ, ആവശ്യമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അത്രയും നീളത്തിൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത് എടുത്തിടുമ്പോൾ എണ്ണയിലിടുമ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോരുത് കേട്ടോ മാവ്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ എന്തും ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എണ്ണയിൽ പൊടിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന്. ഫ്ലെയിം കുറച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങ് എണ്ണയിൽ അലിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടുമ്പോൾ ഫ്ലെയിം കൂട്ടിയിടുക. എന്നിട്ട് പിന്നെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം അരിപ്പൊടി ഇത്തിരി നമ്മൾ ചേർത്തിട്ടുള്ളൂ, വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. പിന്നെ ഇട്ട അപ്പം തന്നെ ഇളക്കരുത്. കുറച്ച് സമയം കൊടുത്ത് അതൊന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ മാത്രം ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടാൽ മതി. എന്നാലും ഒരുപാട് ഓയിലൊന്നും അങ്ങനെ കുടിക്കില്ല. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് ഓയിൽ കയറുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഇല്ല എണ്ണയിൽ പൊട്ടിപ്പോവും. എപ്പോഴും ഉരുളക്കിഴങ്ങിൻ്റെത് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതേ നമ്മൾ അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോടെ വേണം കഴിക്കാനായിട്ട്. സോസും ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ, ചുമ്മാ കഴിക്കാൻ തന്നെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് അത്യാവശ്യം കുറച്ച് നേരം ഇത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അല്ലാതെ പെട്ടെന്ന് അങ്ങനെ തണുത്ത് പോകുന്നില്ല. കണ്ടോ, ഞാൻ കുറേ കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. എന്നിട്ടും കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.